അപ്പോൾ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സന്തത സഹചാരിയും ക്രൈം പാർട്ട്ണറും ഒക്കെ ആയിട്ടുള്ള ഒരു റിനോ പി രാജനുണ്ട്. വൈറ്റ് സ്വാൻ ടി വി ഏക്കലും റിനോ പി രാജനെതിരെ യാതൊരുവിധ അപവാദ പ്രചരണങ്ങളും നടത്തിയിട്ടില്ല. റിനോയോടൊപ്പം തന്നെ ഈ റേപ്പിസ്റ്റ് രാഹുൽ മാങ്കൂട്ടം MLA റെക്കമെൻഡ് ചെയ്ത് നിർത്തിയിട്ടുള്ള 21ഓളം സ്ഥാനാർത്ഥികളുണ്ട്. ഈ 21ഓളം സ്ഥാനാർത്ഥികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഇന്നലെയോ മിനിങ്ങാന്നോ കയറി വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു പോസ്റ്റിനോടൊന്നും നമ്മൾ പ്രതികരിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന ചില കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളാണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാണ്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇവരൊക്കെ ആരാണെന്ന് LLB കൊടുത്തത്? ഇവൻ്റെയൊക്കെ LLB ബാംഗ്ലൂർ പോയിട്ട് ലക്ഷം കൊടുത്ത് മേടിക്കുന്ന LLB ആണോ എന്നുള്ള കാര്യം ബാർ കൗൺസിൽ പരിശോധിക്കണമെന്നാണ് പറയാനുള്ളത്. കോൺഗ്രസിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന നല്ലവരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ നല്ലത് പറയും. അതല്ലാതെ മറിച്ച് ഗുണ്ടായിസവും ഒക്കെ ആയിട്ട് വന്നിട്ട് അങ്ങോട്ട് തീർത്ത് കളയാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാലും മതി എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂലിപ്പട്ടാളത്തെ പേടിച്ച് രാജൻ ജോസഫ് പുതിയ വെപ്പുകാല് വാങ്ങിച്ചെന്ന് കേട്ടല്ലോ. തീർച്ചയായിട്ടും ശരിയാണത്, 100% ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്നലെ രാത്രി അദ്ദേഹം ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഹൈദരാബാദിൽ പോയിട്ട് പുതിയ കാല് മേടിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുള്ളത്. കാരണം ഇന്നലെ രാത്രി തന്നെ ഏകദേശം ഇന്നലെ രാത്രി ഒരു 10 മണിയോട് കൂടിയിട്ടാണ്, ഈ 10 മണിക്കാണല്ലോ ചില ആളുകൾക്ക് ഈ മറ്റേ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ തലക്കി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓരോരോ FB പോസ്റ്റുകളൊക്കെ ഇടും. അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ വരും. അപ്പോൾ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സന്തത സഹചാരിയും ക്രൈം പാർട്ട്ണറും ഒക്കെ ആയിട്ടുള്ള ഒരു റിനോ പി രാജനുണ്ട്. ക്രൈം പാർട്ട്ണർ എന്ന് ഞാൻ പറഞ്ഞത് എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉള്ള ഒരാളാണ്, പാർട്ട്നേഴ്സാണ്. അത് ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ അവർ ബിസിനസ് പാർട്ട്നേഴ്സും കൂടിയാണ്. ഈ റിനോയ്ക്ക് എന്തോ ബ്യൂട്ടി പാർലറിൻ്റെ എന്തോ കച്ചവടമാണെന്ന് എനിക്ക് തോന്നുന്നു, കൂടുതലായിട്ട് അറിയില്ല. ഏകദേശം നാട്ടുമ്പുറത്തൊക്കെ ഒരു നല്ല വെള്ള ചമഞ്ഞ് നടക്കുന്ന ഒരു ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏതെങ്കിലും അദ്ദേഹം വളരെ മനോഹരമായിട്ട് വളരെ മാന്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് റിനോ പി രാജൻ. പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമായ 8-ാം തീയതി എനിക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കുകയും സ്ഥാപിത താല്പര്യത്തോടെ വീഡിയോ ചെയ്യുകയും ചെയ്ത രാജൻ ജോസഫ് എന്ന വ്യക്തിക്കെതിരെയും വൈറ്റ് സ്വാൻ ചാനൽ ഉടമയായ സിബി എന്നയാൾക്കെതിരെയും അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് ഉചിതമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കും. ഇയാൾ സ്ഥിരമായി കോൺഗ്രസ് പാർട്ടിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നയാളാണ്. ഇത് പ്രചരിപ്പിച്ച വ്യക്തികൾക്കെതിരെ നിയമ നടപടി വരും. റിനോ പി രാജൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ മാന്യമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വൈറ്റ് സ്വാൻ ടി വി ഏക്കലും റിനോ പി രാജനെതിരെ യാതൊരുവിധ അപവാദ പ്രചരണങ്ങളും നടത്തിയിട്ടില്ല. റിനോ പി രാജനേക്കാൾ യോഗ്യരായിട്ടുള്ള പല കോൺഗ്രസ്സുകാരും അവിടെ ഉണ്ടായിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന റേപ്പിസ്റ്റിൻ്റെ റെക്കമെൻഡേഷനിൽ റിനോ പി രാജന് കോൺഗ്രസ് അവിടെ സീറ്റ് കൊടുത്തതിനെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ റിനോ പി രാജനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പരിപൂർണമായിട്ട് നമുക്കുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് റിനോയ്ക്കെതിരെ എന്തെങ്കിലും ഒരു വാർത്ത ചെയ്യാം എന്ന് കരുതിയിട്ടില്ല. റിനോ മാത്രമല്ല, റിനോയോടൊപ്പം തന്നെ ഈ റേപ്പിസ്റ്റ് രാഹുൽ മാങ്കൂട്ടം MLA റെക്കമെൻഡ് ചെയ്ത് നിർത്തിയിട്ടുള്ള 21ഓളം സ്ഥാനാർത്ഥികളുണ്ട്. ഈ 21ഓളം സ്ഥാനാർത്ഥികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഇന്നലെയോ മിനിങ്ങാന്നോ കയറി വന്നിട്ടുള്ള ആളുകളാ. വർഷങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടിപിടിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും വെള്ളം കോരുകയും ചെയ്ത ആളുകൾക്കൊക്കെ സീറ്റ് നിഷേധിച്ചിട്ട് ഇതുപോലെയുള്ള ഈ ഒരു റേപ്പിസ്റ്റ് MLA വാക്ക് കേട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആർക്കെങ്കിലും ഒക്കെ സീറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് എതിർക്കുമെന്നേ. അത് വൈറ്റ് സ്വാൻ ടിവിയുടെ മാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളുടെയും ഒരു അവകാശമാണത്. അതിനെയൊന്നും ചോദ്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. റിനോയ്ക്ക് നമുക്കെതിരെ കേസ് നടക്കണം, ഡിഫോർമേഷൻ കേസ് ഫയൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം വക്കീൽ നോട്ടീസ് അയക്കണം. നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് നിയമോപദേശം തേടും. അതല്ലാണ്ട് വെറുതെ പൊട്ടത്തരം വന്ന് എഴുതി വെക്കരുത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആശാനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചൊക്കെ വിവരം ബോധമൊക്കെ ഉണ്ട് എന്നാണ് നാട്ടുകാർ കരുതിയിരിക്കുന്നത്. അയാൾക്ക് ചെറിയ മാനസിക രോഗം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ ഒരു നിയമം അറിയാവുന്ന ഏതെങ്കിലും ഒക്കെ വക്കീലിനോട് നിയമോപദേശമൊക്കെ തേടിയതിന് ശേഷം വേണം ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ ഇടാൻ എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു പോസ്റ്റിനോടൊന്നും നമ്മൾ പ്രതികരിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന ചില കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളാണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാണ്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു വിനോദ് കുമാർ, അവൻ്റെ ഒന്നും ഫോട്ടോ നമ്മളിവിടെ കാണിക്കുന്നൊന്നുമില്ല. 13-ാം തീയതി രാവിലെ 11 മണിക്ക് ശേഷം രായണ്ണനെ നേരിട്ടൊന്ന് കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. എന്താ വിനോദ് കുമാറെ, ഇങ്ങോട്ട് പോരെ, ഞങ്ങളുടെ സ്റ്റുഡിയോ ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ വിനോദ് കുമാറിന് കൃത്യമായിട്ട് കിട്ടും. ഇവിടെ വന്നിട്ട് രായണ്ണനെ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോ, അതിനകത്ത് യാതൊരു പ്രശ്നവും നമുക്കില്ല. അതിനകത്തൊന്നും ഒരു തർക്കമില്ല. നിങ്ങൾക്ക് നമ്മളുടെ ഓഫീസിൽ വരാനോ നേരിട്ട് കാണാനോ എന്തിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇത് ഒരു ജനാധിപത്യ ഇന്ത്യയല്ലേ ഇത്. അതുകൂടാണ്ട് അടുത്ത ആളിരിക്കുന്നത് അവനൊരു ആദരിക്കൽ ചടങ്ങ് അങ്ങ് നടത്തിയല്ലോ, ട്രോഫി എൻ്റെ വക, അടൂർ റോബിൻ. ഈ അടൂർ റോബിൻ എന്ന് പറയുന്നത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതെങ്കിലും ട്രോഫിയൊക്കെ വാങ്ങിയിട്ട് എൻ്റെ പൊന്നുപോലെ ഇങ്ങോട്ട് പോരെ, ഒരു സംശയമില്ല. അതിൽ ഞങ്ങൾ വേണമെങ്കിൽ അടൂർക്ക് വരാം.
മടിയിൽ കനമില്ല, അതിനാൽ ഭയമില്ല. അതേതോ നല്ല അനുകൂലമായിട്ടുള്ളൊരു ഇതാണ്. ഫുൾ സപ്പോർട്ട്. ജെറീബിന, അവന്റെ പേരിൽ തന്നെ ഉണ്ട് അവന്റെ ഒരു ക്യാരക്ടർ. അവന്റെ കാല് തല്ലി ഓടിച്ചതിന് ശേഷം അവന് ചെലവിന് കാശ് കൊടുത്തേക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി തന്നെ രാജൻ ജോസഫ് ഹൈദരാബാദിൽ പോയിട്ട് രാത്രി തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഇവരുടെ ഭീഷണി അത്ര ഇതാണല്ലോ. പിന്നെ കാലിലാണ് നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു എബിൻ ജോൺ കോലാത്ത്, അവൻ എഴുതി വെച്ചേക്കുന്ന അടിച്ചവന്റെ മോന്ത പൊളിക്കും വഴിയിൽ കണ്ടാൽ. എന്റെ പൊന്നുമോനെ നീ പൊളിക്ക്. നമ്മൾ വഴിയിൽ കൂടി തന്നെയാണ് നടക്കുന്നത്. 10-20 ബൗൺസേഴ്സിന്റെ നടുവിൽ കൂടെ അല്ലെങ്കിൽ പോലീസിന്റെ കാവലിലൊന്നും അല്ല നടക്കുന്നത്. വെറുതെ റോഡിൽ കൂടിയാണ് നടക്കുന്നത്. രാജൻ ജോസഫ് നടക്കുന്നത്, ഞാൻ നടക്കുന്നത്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. പിന്നെ വേറൊരു അഡ്വക്കേറ്റ് ജിതിൻ തഴച്ചിറക്കാത്ത് 2 കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. എന്താണ് ഒരു അഡ്വക്കേറ്റിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് വന്ന് നിന്ന് ഒരു അതിക്രമത്തിന് ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ആരാണത് LLB കൊടുത്തത്? ഇവന്റെയൊക്കെ LLB ബാംഗ്ലൂർ പോയിട്ട് ലക്ഷം കൊടുത്ത് മേടിക്കുന്ന LLB ആണോ എന്നുള്ള കാര്യം ബാർ കൗൺസിൽ പരിശോധിക്കണമെന്നാണ് പറയാനുള്ളത്. അടുത്തത് റിജു ഡാനിയൽ, രാജൻ അടി വാങ്ങിയേ അടങ്ങൂ. എടാ മോനെ, നിന്റെ കയ്യിലൊരു കുഞ്ഞിനെ പിടിച്ചിട്ടില്ലടാ, അതിന്റെ എങ്കിലും മുഖത്ത് നോക്കുക. ആ ഫോട്ടോ എങ്കിലും മാറ്റിയിട്ട് വേണ്ട നീ ഇതുപോലത്തെ ഉള്ള റേപ്പിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കമന്റുമായിട്ട് ഇറങ്ങാനായിട്ട്. അടുത്തത് ഒരു അജു ജോർജ് ആലപ്പാട്ട്, അവനിട്ട് 2 കൊടുത്തിട്ട് പോയി ജയിലിൽ കിടക്കണം. പറ്റുമോ? പോലീസ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? വെറുതെ പേരിന് ഒരു പരാതി. ഇതൊക്കെ കലാപാഹ്വാനമല്ലേ? മറ്റൊരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൊലവിളിയല്ലേ അജു ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അജു ജോർജ്? അജു ജോർജ് ഒക്കെ കുറച്ചൊക്കെ ഒരു നിയമമൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ അടുത്തത് ജെറീഷ് പി ഉമൻ, എല്ലാ ജില്ലകളിലും പരാതി കൊടുക്കണം. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ചില കോൺഗ്രസ് നേതാക്കളെ പൊക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ വായിൽ തോന്നുന്നത് പറയും. തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന നല്ലവരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ നല്ലത് പറയും. മറിച്ച് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ കൊടിയും കൈയും ഉപയോഗിച്ച് റീൽസ് ഇട്ട് അതുവഴി പെൺവാണിഭം നടത്തുന്നവരെ, അതുവഴി റേപ്പ് നടത്തുന്നവരെ ഒക്കെ ശക്തമായിട്ട് നമ്മൾ എതിർക്കുന്നേ. ഇതൊന്നുമല്ലാതെ മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പറയും. അതിനൊന്നും ഒരു സംശയവും വേണ്ട. അതിന് എന്താ ജെറിഷിന് അങ്ങനത്തെ ഒരു സംശയമൊന്നും വേണ്ട. അടുത്ത ഒരു കമന്റാണ്, ആ നായിന്റെ മോൻ രാജൻ കോൺഗ്രസിനെതിരെ മോങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഓന്റെ പിന്നെ വായിക്കാൻ പറ്റാത്തതാണ്. ഏത് ജിഷ്ണു SRM, ഇതൊക്കെ എനിക്കൊന്ന് ഫേക്കാണ്. K സുധാകരന്റെ ഒക്കെയാണ് ഫോട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഈ മുഖം മറച്ചതും മുഖം മറയ്ക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ കമന്റുകളാണ്. ഈ കമന്റുകൾ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കമന്റുകളേ ഉള്ളൂ. പക്ഷെ ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റിനോ പി രാജനെ പോലെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിന്റെ അടിയിൽ തന്നെ പ്ലാൻ ചെയ്ത പോലെ കുറെ ആളുകൾ വന്നിട്ട് രാജൻ ജോസഫിന്റെ കയലും കൈയും തല്ലി ഒട്ടിക്കണം എന്ന് പറയുമ്പോൾ, രാജൻ ജോസഫിനെ ആശുപത്രി കിടക്കയിലെത്തിക്കണം എന്ന് പറയുമ്പോൾ, രാജൻ ജോസഫിനെ തീർത്തിട്ട് ജയിലിൽ പോകണം എന്ന് പറയുമ്പോൾ, അത് നമുക്ക് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. റിനോ പി രാജൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവനെ സംബന്ധിച്ച് അവൻ വെള്ളയും ഒക്കെ ഇട്ട് അവന്റെ നാട്ടിൽ വളരെ മാന്യനാണ് എന്ന് നടിച്ചു നടക്കുന്ന ഒരുത്തനാണ്. അവന്റെ നാട്ടുകാരോട് അവൻ ആരാണെന്ന് അറിയട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ സംബന്ധിച്ചിട്ട് ഇവൻ സഭയുടെയൊക്കെ പേര് പറഞ്ഞ് ഒരു രാഹുലിന് അനുകൂലമായിട്ട് ഒരു ലെറ്ററൊക്കെ ഇറക്കിയിരുന്നു. അതിനെതിരെ സഭ തന്നെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി, ഏതൊരു യുവജന സംഘടനയുടെ പേരിലൊക്കെ. അതേമാതിരി വ്യാജന്റെ കൂടെ നടക്കുന്ന വ്യാജനായിട്ടുള്ള ഒരു റിനോ പി രാജനെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞത് എന്താണ്? എന്ത് അപകീർത്തിയാണ് റിനോ പി രാജന് ഞങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടന്റ് കൊണ്ടുണ്ടായിട്ടുള്ളത്? അസത്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നു, ഇരിക്കുന്നു, ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ ചായ കുടിക്കുന്നു, തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുക്കുന്നു എന്നതിനപ്പുറത്തുള്ള എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് റിനോ പി രാജനുള്ളത്? അതുകൂടി മനസ്സിലാക്കണ്ടേ. ഇപ്പൊ ലാത്തി ചാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു കേസിലൊന്നും അല്ലത്. കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാർ ലാത്തി അടിയേറ്റ്, കാരണം ജീവിതം തന്നെ ദുരിതത്തിലായി കഴിയുന്ന ഒരുപാട് പ്രവർത്തകരും ആളുകളുമുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒന്നും 6 അയൽപക്കത്ത് അടുക്കാനുള്ള യോഗ്യതയില്ലാത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ റിനോ പി രാജനും ഒക്കെ. അപ്പൊ അവരൊക്കെ രാത്രി ഒരു ഫേസ്ബുക്കിലേക്ക് എഴുതിയിട്ടൊരു കുറിപ്പ് എഴുതുന്നു. ആ കുറിപ്പിന് താഴെ വന്നിട്ട് ഫേസ്ബുക്കിൽ കൊലപാതകം നടത്തുന്നു, കാല് വെട്ടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കാനായിട്ട് എൻ്റെ പൊന്നു റിനോ പി രാജ, ഞങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടമല്ല, റോഡിൽ കൂടി ഇറങ്ങിത്തന്നെ നടക്കുന്ന ആളുകളാണ്. അത് റിനോ പി രാജന് അറിയില്ലാഞ്ഞിട്ടാണത്. കാരണം അങ്ങനെ റിനോ പി രാജൻ ഒരു ദിവസം ഷേവ് ചെയ്ത് കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് എവിടെയെങ്കിലേക്കും ഒളിവ് പോകുന്ന രാഹുൽ മാങ്കൂട്ടമല്ല വൈറ്റ് സ്വാൻ TV എന്ന് റിനോ പി രാജനെ ഓർമ്മിപ്പിക്കുകയാണ്. റിനോ പി രാജന് നിയമത്തിന്റെ എല്ലാ വഴികളിൽ കൂടെയും ഞങ്ങൾക്കെതിരെ പോകാം. പക്ഷേ അതല്ലാതെ മറിച്ച് ഗുണ്ടായിസവും ഒക്കെ ആയിട്ട് വന്നിട്ട് അങ്ങോട്ട് തീർത്ത് കളയാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാലും മതി എന്ന് മാത്രമാണ് പറയാനുള്ളത്.